അപ്പോഴ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്? അതറിയില്ല സാർ. അതാണ് ഇത് ഈ അറിവ് കാണാപ്പാഠമാണ്. ഇപ്പം താങ്കളുടെ കയ്യിലുള്ള ഈ വിവരം കാണാപ്പാഠമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ പഠന രീതി നമ്മൾ മാറ്റണമെന്ന്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. നമ്മൾ സി വി രാമൻപിള്ളയുടെ പുറകെ നമ്മൾ അന്വേഷിക്കുമ്പോൾ സ്കോട്ട്ലൻഡിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് സർ വാൾട്ടർ സ്കോട്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര നോവലാണ് ഐവാൻഹോ. ഈ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ള. ഇത് ഈ ഐവാൻഹോയുടെ ചുവട് പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർ വാൾട്ടർ സ്കോട്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മലയാളത്തില് ചരിത്ര നോവൽ എന്ന് പറയുന്ന പുതിയൊരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ആളാണ് സി വി രാമൻപിള്ള. അത് മലയാളത്തിന്റെ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ അങ്ങനെയാണ് രൂപം കൊള്ളുന്നത്. പക്ഷേ ആ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കണ്ട. പക്ഷെ അവിടെ നിന്ന് വേറെ രണ്ട് ചോദ്യം സാധ്യതയുണ്ട്. ഒന്ന്, സി വി എഴുതിയ മറ്റ് രണ്ട് ചരിത്ര നോവലുകൾ ഏതാണ്? ധർമ്മരാജ. മറ്റത് ഒന്നുകൂടി ഉണ്ട്, രാമരാജ ബഹദൂർ. ധർമ്മരാജയും രാമരാജ ബഹദൂറും. പക്ഷെ അതിനേക്കാൾ അതിൻ്റെ അകത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് സി വി എഴുതിയ സാമൂഹിക നോവൽ ഏതെന്നാണ്. അത് പ്രധാനമാണ്. പ്രേമാമൃതം എന്ന നോവലാണ്. പ്രേമാമൃതം, വെരി ഗുഡ്, പ്രേമാമൃതം. അപ്പോൾ ഞാൻ ഒരു തിരിച്ചൊരു സംശയം ചോദിക്കുകയാണ്. അപ്പോൾ ആരാണ് പ്രേമ സംഗീതം എഴുതിയ? അത് ഉള്ളൂരാണ്. അതെ, കേരളത്തിലെ ഇന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനം പഴയ രാജഭരണകാലത്ത് ദിവാൻ പേഷ്കാർ എന്നായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് ഉള്ളൂരാണ് പ്രേമ സംഗീതം എഴുതുന്നത്. എന്നാൽ പ്രേമാമൃതം എന്നത് സി വിയുടെ സാമൂഹിക നോവലാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ കാണാപ്പാടമല്ല പ്രധാനം, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കലാണ്. കേരള പാണിനി രാജരാജവർമ്മ. അവിടെയും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സംസ്കൃതത്തിലെ വ്യാകരണ ഗ്രന്ഥമാണ് പാണിനീയം. ഇത് എഴുതുന്നത് പാണിനി മഹർഷിയാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മലയാളത്തിന് സ്വന്തമായ ഒരു വ്യാകരണ ഗ്രന്ഥം കേരള പാണിനി എന്ന പേരിൽ സി വി രാമൻപിള്ള എ ആർ തമ്പുരാൻ അല്ലെങ്കിൽ എ ആർ രാജരാജവർമ്മ എഴുതിയത് കൊണ്ടാണ് അദ്ദേഹത്തെ കേരള പാണിനി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളെ പഠന രീതി, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള ഒന്ന്. ഇനി രണ്ട്, സിലബസിന്റെ കാര്യം പറഞ്ഞു. നമ്മള് ഒരു പരീക്ഷ നേരിടുമ്പോൾ PSC എന്താണ് അവരുടെ ചോദ്യ രീതി എന്ന് മനസ്സിലാക്കണം. അവരെന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം. കാരണം അത്തരത്തിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റൂ. കേരളപ്പിറവി എന്നാണ്. കേരളപ്പിറവി നവംബർ. ഒരിക്കലും ആ ചോദ്യം ചോദിക്കില്ല. പക്ഷേ ചോദിക്കാൻ പോകുന്നത് കേരളപ്പിറവി ഏത് മലയാള മാസത്തിലെന്നാണ്. അതാണ് PSC. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. 4 ചോയ്സ് ഉണ്ട്. ഏതായിരിക്കും? തുലാമാണ്. തുലാം തന്നെയാണ്. അവിടെ ഈ ചിങ്ങമാസം കൊടുത്തിരിക്കുന്നത് മലയാള മാസം തുടങ്ങുന്നത് ചിങ്ങമാസത്തിലാണ്. നമ്മൾ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി തന്നെയായിരിക്കും ആ ചോയ്സ് അവർ വയ്ക്കുന്നത്. ഒരുവിധമുള്ള കുട്ടികളൊക്കെ എന്താണ് ഈ പറയുന്ന ചിങ്ങമാസം എഴുതും. പക്ഷെ കേരളപ്പിറവി വരുന്നത് തുലാം മാസമാണ്. അത് ഓർമ്മിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞു. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ തുടങ്ങി വെച്ച ഒരു ചടങ്ങാണ് തുലാം പുരുഷദാനം. അപ്പോൾ അതുകൂടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഇത് മനസ്സിൽ നിൽക്കാൻ എളുപ്പമാണ്. ഇനി രണ്ടാമതൊന്നുകൂടെ പറയാം. നമുക്ക് ഇൻ, ഇൽ, ഇർ, ഇൾ, ഇൻ ഇവയെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഇൻ, ഇൽ. തെറ്റാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അതിൽ തെറ്റുണ്ട്. അവ അക്ഷരങ്ങളല്ല, വെറും ചില്ലുകളാണ്. ചില്ലുകൾ എന്നേ പറയൂ. ഇത് നമുക്ക് പദശുദ്ധി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ആശാനുള്ളൂർ വള്ളത്തോൾ ആരാണ്? മഹാകവി. വരട്ടെ.
ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ അവരെ ചേർത്ത് എന്താ വിളിക്കും? മഹാകവി. കവിത്രയങ്ങൾ, കവിത്രയം. തെറ്റാണ്, അവിടെയും തെറ്റുണ്ട്. ത്രയം എന്നേ പറയൂ. കവിത്രയം. ആധുനിക കവിത്രയം, പ്രാചീന കവിത്രയം എന്നേ പറയൂ. ത്രയം എന്നാൽ മൂന്നെന്നല്ലേ അർത്ഥം വരുന്നത്? ത്രയം എന്നാൽ മൂന്നെന്നാണ്. ഇവിടെ ത്രയങ്ങൾ എന്ന് പറയണമെങ്കിൽ 6, 9, 12 അങ്ങനെ വേണ്ടേ? പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? ആധുനിക കവിത്രയങ്ങൾ, പ്രാചീന കവിത്രയങ്ങൾ എന്നൊക്കെയാണ്. ഇവിടെ കവിത്രയം എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ഞാൻ ഈ ചില്ലുകളുടെ കാര്യം പറഞ്ഞത്, മലയാളത്തിൽ വന്ന ഒരു നോവൽ ചില്ലുകൊണ്ട് ആണ് അതിന്റെ പേര് തുടങ്ങുന്നത്. ഏതാണ് ആ നോവൽ? ചില്ല് കൊണ്ട് പേര് തുടങ്ങുന്ന ഒരു നോവൽ. ഞാനൊരു 1-2 സൂചന തരാം. മണ്ടം മുത്തവയ്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ജന്മം നൽകിയ ആളാണ്. എട്ടുകാലി മമ്മൂഞ്ഞിന് ജന്മം നൽകിയ ആളാണ് ആ നോവൽ എഴുതുന്നത്. ബാല്യകാല സഖിയും ശബ്ദങ്ങളും. അതെ, എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നത് എന്ന നോവലിന്റെ വലിയ പ്രത്യേകത അതിന്റെ പേര് തുടങ്ങുന്നത് മലയാളത്തിലെ ഒരു ചില്ല് കൊണ്ടാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ, കാരണം താരതമ്യേന ഒരുവിധമുള്ള ചോദ്യങ്ങൾ, ഒരു 50% ചോദ്യങ്ങൾ എല്ലാവരും ഉത്തരവെഴുതുമ്പോഴും ഇതുപോലെ നമ്മളെ ഇന്ന് അവർ പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നമ്മളെ പരീക്ഷിക്കാൻ നടത്തുന്നത്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഡ്രാമ എന്നതിന്റെ മലയാളം എന്താണ്? ഡ്രാമ, നാടകം. അങ്ങനെയാണെങ്കിൽ പൊയം എന്നതിന്റെ മലയാളം? കാവ്യം, കവിത. കവിത. സ്റ്റോറി ആണെങ്കിലോ? പക്ഷെ ഇതൊന്നും ചോദിക്കില്ല. പകരം നോവൽ എന്നതിന്റെ മലയാളം എന്താണെന്നായിരിക്കും ചോദ്യം വരുന്നത്. നോവൽ എന്നതിന്റെ മലയാളം എന്ത്? ഒരു 10,000 20,000 കുട്ടികളിൽ ഒരാൾ ആയിരിക്കും എഴുതാൻ സാധ്യതയുള്ളതാണ്. നോവൽ എന്നതിന്റെ മലയാളം ആഖ്യായിക എന്നാണ്. നോവലിസ്റ്റിനെ ആഖ്യായികാകൃത്ത് എന്നാണ് വിളിക്കുന്നത്. നോവൽ എന്ന വാക്കിന്റെ മലയാളം ആഖ്യായിക എന്നാണ്. നോവലിസ്റ്റിന്റെ മലയാളം ആഖ്യായികാകൃത്ത് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഇനി നമ്മുടെ മലയാള സിലബസിലേക്ക് വരാം. ഇപ്പോഴ് നിങ്ങളൊരു LD ക്ലാർക്കായി. ആദ്യകാലത്ത് വ്യാകരണത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. പക്ഷെ ഇന്ന് അത് മാറി നമ്മുടെ ഭരണഭാഷ, കോടതി ഭാഷ പോലും മലയാളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വൊക്കാബുലറിക്കാണ് പ്രാധാന്യം. അതാണ് ഞാൻ ഓരോ വിഷയത്തിന്റെയും സിലബസ് മനസ്സിലാക്കുക. അവിടെ മലയാളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വൊക്കാബുലറിയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, വ്യാകരണത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് ഒരിക്കലും മാറ്റം വന്നിട്ടില്ല, വരെയില്ല. ഇപ്പൊ സന്ധിയോ സമാസോ ഒന്നും, അത് പഴയ ഇത് തന്നെയാണ്. പക്ഷെ വ്യാകരണം എന്ന് പറയുമ്പോൾ വൊക്കാബുലറി അല്ലെങ്കിൽ പദസമ്പത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അതായത് ഇവിടെ 17,000-ഓളം വരുന്ന പര്യായങ്ങൾ, 17,000-ലധികം, 13,000-ലധികം വരുന്ന ഒറ്റപ്പദങ്ങള്, നാനാർത്ഥങ്ങൾ, അർത്ഥവ്യത്യാസങ്ങള്, പദശുദ്ധി, വാക്യശുദ്ധി, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, ഇവയെല്ലാം 10,000 കണക്കിന് വരുന്നതാണ്. ഇവ നമുക്ക് എങ്ങനെ പഠിക്കാമെന്നൊരു പേടി നമുക്കുണ്ടാവും. അത് സ്വാഭാവികമാണ്, കാരണം ഇത്രയും വിപുലമായി വന്നു. അവിടെ നമുക്ക് ചില ട്രിക്കുകളിലൂടെ മാത്രമേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ. അതെപ്പോഴും ഞാനൊരു 24 വർഷത്തിലധികമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില രീതികളിൽ കൂടി വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതുണ്ട്. ഇനി ഇതിനെന്ത് നിങ്ങളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പല കുട്ടികളും നിങ്ങൾ SLC കഴിഞ്ഞ് +1-ന് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുക്കും. ഡിഗ്രിക്ക് വരുമ്പോഴും സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുക്കും. കാരണം നമ്മുടെ ഈ ഹിന്ദി അധ്യാപകർക്ക് ഒരു സ്വഭാവമുണ്ട്. അവർ പറയും മലയാളം നിങ്ങൾ ഒരുപാട് എഴുതണം, മാർക്ക് ഹിന്ദി കുറച്ച് എഴുതിയാൽ മതി, പൂർണ്ണമായും മാർക്ക് കിട്ടുമെന്ന്. നിർഭാഗ്യവശാൽ അന്നൊക്കെ പലരും ആ വഴിക്ക് പോകും. പക്ഷെ അവിടെ ഇപ്പോഴ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ 10 മാർക്ക് നിർണായകമാണ്. ഇവിടെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് എല്ലാം ഇംഗ്ലീഷിലാണ് പഠിച്ചു പോയത്. പിന്നെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ പത്രവായന നമുക്കില്ല. അതായത് മലയാള അക്ഷരങ്ങളുമായിട്ട് വലിയ ബന്ധമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോഴ് അത് ഒരു പോരായ്മ നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ മലയാളത്തിന് മാർക്ക് നിർണായകമായി മാറുന്നത്. കേരളത്തില് ഏത് പരീക്ഷ എഴുതുന്നതും ബഹുഭൂരിപക്ഷം കുട്ടികളും മലയാളത്തിന്റെ കാര്യത്തിൽ പുറകെ ആയിരിക്കും. ഒരു 10 വർഷത്തിന് മുമ്പൊക്കെ ഇംഗ്ലീഷും മാത്സും ആയിരുന്നു ബുദ്ധിമുട്ട്. പക്ഷെ ഇന്ന് 6 മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരൂ മലയാളത്തിൽ. പക്ഷെ ഇതില് ഈ 4-5 മാർക്കിനകത്തായിരിക്കും
ബഹുഭൂരിപക്ഷം പേരും. 8 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരും, ഏതൊരു മാറ്റവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് മലയാളം. പക്ഷേ കുറെ കുട്ടികളെങ്കിലും മലയാളം എളുപ്പമാണെന്നുള്ള ഒരു ധാരണയിൽ കടന്നു പോകും. മലയാളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതിന് ഞാൻ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം, എങ്ങനെയാണ് നമുക്കത് പിഴവുകൾ വരാൻ പോകുന്ന സ്ഥലങ്ങളെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ മലയാളം സിലബസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒറ്റപ്പദം, അർത്ഥവ്യത്യാസം, നാനാർത്ഥം തുടങ്ങി വൊക്കാബുലറി ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പദസമ്പത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ നമ്മളൊന്ന് എല്ലാ വിഷയത്തിനും സിലബസ് മനസ്സിലാക്കുക. 2 PSC എത്തരത്തിലായിരിക്കും ചോദ്യങ്ങളുടെ PSCയുടെ അല്ലെങ്കിൽ ആ ചോദ്യ രീതി, ഇത് നമ്മൾ മനസ്സിലാക്കുക. 3 മലയാളം എന്നതിന്റെ സിലബസ്, അതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു പോയത്. നമ്മൾ ആ സിലബസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇനി നമ്മുടെ പഠന രീതിയെ കുറിച്ചും തുടക്കത്തിൽ പറഞ്ഞു. കാണാപ്പാഠം പഠിക്കുന്നത് ശരിയല്ല, അതിനപ്പുറത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് അർത്ഥവ്യത്യാസം എന്നുള്ള ഒരു മേഖല നമ്മൾ എടുക്കുകയാണ്. സാധാരണ അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു രീതി, അത് മാത്രം കുറെ അർത്ഥവ്യത്യാസം, അല്ലെങ്കിൽ സ്ത്രീലിംഗം, പുല്ലിംഗം, അത് കുറെ ഉദാഹരണങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. പക്ഷെ അതിനേക്കാൾ നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ സാധ്യത ഈ അർത്ഥവ്യത്യാസമോ അല്ലെങ്കിൽ പര്യായം നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത് സ്ത്രീലിംഗം, പുല്ലിംഗം പറയാം, ശൈലികൾ പറയാം, അതുപോലെ ചേർത്തെടുത്ത് പിരിച്ചെടുത്ത് പറയാം, അർത്ഥവ്യത്യാസം പറയാം. അങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ കൂടി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ആര്, കേരള സ്കോട്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ 2-3 പോയി. CV രാമൻ പിള്ളയുടെ ചരിത്ര നോവലുകളിലേക്ക് പോയി, അദ്ദേഹത്തിന്റെ സാമൂഹ്യ നോവലിലേക്ക് പോയി. അതിന്റെ കൂടെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി, ഏത് ഉള്ളൂരിന്റെ പ്രേമസംഗീതവും പഠിച്ചു. അപ്പോൾ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യം, അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നതാണ് കുറച്ചുകൂടെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ സാധ്യത. ഈ അലക്സാണ്ടർ ഡ്യൂമ എന്ന് പറഞ്ഞൊരു ചരിത്ര നോവലിസ്റ്റ് ഉണ്ട്. ഈ സ്കോട്ടിനെ കുറിച്ച് പറയുമ്പോൾ അലക്സാണ്ടർ ഡ്യൂമയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങളുണ്ട്. ഈ അലക്സാണ്ടർ ഡ്യൂമയുടെ കൃതി ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അലക്സാണ്ടർ ഡ്യൂമയുടെ കൃതി ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ. എത്ര പേര് കേട്ടിട്ടുണ്ട്? കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ കേൾക്കുന്നുണ്ടോ? കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ. ഇവിടെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നത്, മോണ്ടി ക്രിസ്റ്റോ പ്രഭു അല്ലെങ്കിൽ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയുടെ കഥ, ആ ഇതിവൃത്തത്തെ ആധാരമാക്കി മലയാളത്തിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്. അതേത് സിനിമ എന്നാണ്? അതിന്റെ ഒരു വലിയ പ്രത്യേകത, ആ സിനിമയുടെ മമ്മൂട്ടി മോഹൻലാലിന്റെ അച്ഛനായി അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ആർക്കെങ്കിലും മനസ്സിലായോ? മമ്മൂട്ടി ആ സിനിമയിൽ മോഹൻലാലിന്റെ അച്ഛനായി അഭിനയിക്കുന്ന സിനിമയാണ്. അതിന്റെ ഇതിവൃത്തം സ്വീകരിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ഡ്യൂമയുടെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന ചരിത്ര നോവലിൽ നിന്നാണ്. 2ാമത്തെ ക്ലൂ പറഞ്ഞില്ല. മലയാളത്തിലെ ആദ്യത്തെ 70mm ഫിലിമാണ്. മലയാളത്തിലെ ആദ്യത്തെ 70mm ഫിലിമാണ്. കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും അറിയാന്നുള്ളവരുണ്ടെങ്കിൽ പറയണം. പടയോട്ടം എന്നാണ് ആ സിനിമയുടെ പേര്. പടയോട്ടം. ഈ പടയോട്ടം എന്ന് പറയുന്ന സിനിമയുടെ ഇതിവൃത്തം സ്വീകരിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ഡ്യൂമയുടെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്നാണ്. അവിടെ ഈ കൗണ്ട് എന്ന വാക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ലോകത്തിലെ ഏറ്റവും മികച്ച നോവലിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന 2 പേരാണ്. ഈ 2 പേരും റഷ്യക്കാരാണ്. അതിൽ രണ്ടാമന്റെ പേരിന്റെ മുന്നിൽ കൗണ്ട് എന്നുണ്ട്. കൗണ്ട് എന്ന വാക്കിന് പ്രഭു എന്നാണ്. ഗാന്ധിജിയുടെ ഗുരുനാഥനായിരുന്ന അന്ന കരീനയും വാറൻ പീസും എഴുതിയ ആരായിരിക്കും? ഗാന്ധിജിയുടെ ഗുരുനാഥനായ ആരാണ്? കൗണ്ട് ലിയോ ടോൾസ്റ്റോയ്. ഒന്നാമനെന്ന് പറയുന്നത് ബ്രദേഴ്സ് കാർമസേവും അവരുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട, അതുപോലെ കുറ്റവിശിക്ഷയും ക്രൈം ആൻഡ് പണിഷ്മെന്റ് എഴുതിയ ഫയോദോർ ഡെസ്റ്റോവ്സ്കി. ഈ ഫയോദോർ ഡെസ്റ്റോവ്സ്കിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്ന്, ഫയോദോർ ഡെസ്റ്റോവ്സ്കിയുടെ ജീവിതത്തെ ആധാരമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട നോവൽ ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടവം. അതിൽ നായികയുടെ പേരെന്താണ്? അന്നയാണ് വെരി ഗുഡ്. ഇനി ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ആര്?
പെരുമ്പടം ശ്രീധരൻ തന്നെയാണ്. പെരുമ്പടവം. പെരുമ്പടം ശ്രീധരൻ അറിയപ്പെടുന്നത് കാരണം ആ രചനയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരാളെന്നാണ്. ആ നോവലിലും ആ വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ കയ്യൊപ്പുള്ള എഴുത്തുകാരൻ ആരെന്നുള്ള രീതിയിലേക്കും ചോദ്യം വരുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ MT ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സമയമാണിത്. അപ്പോൾ MT വാസുദേവൻ നായരുടെ കൃതികൾ ഇപ്പം കാലം നമുക്കറിയാം, അതിലെ കഥാപാത്രം കാലത്തിലെ സേതുമാധവനെ അറിയാം, നാലുകെട്ടിലെ അപ്പുണ്ണിയെ അറിയാം, രണ്ടാം ഊഴത്തിൽ വരുമ്പം ഭീമസേനെ അറിയാം. അങ്ങനെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടത് MT എന്നതിന്റെ പൂർണ്ണമായ രൂപമെന്ത്? അങ്ങനെ ഒരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. MT വാസുദേവൻ നായർ, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നതാണ് MT വാസുദേവൻ നായരുടെ പൂർണ്ണമായ പേര്. കാരണം ഇങ്ങനെ നമ്മളെ കാലവുമായിട്ട് അല്ലെങ്കിൽ സമകാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ MT ഇപ്പൊ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ഇതൊക്കെ ഞാനിങ്ങനെ പ്രാഥമികമായുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അവർ PSCയുടെ ചോദ്യ രീതികൾ, അത് ഏതെല്ലാം ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇനി ആ സിലബസിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 13 മേഖലയുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്ക് GKയിൽ ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞൊരു മേഖല വരും. അതിൽ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദ്യം ഉണ്ടാവും മലയാളവുമായിട്ട് ബന്ധപ്പെട്ട്. ഈ 13+1 ആ 14 എന്ന് പറഞ്ഞ മേഖല കൃതികൾ, കഥാപാത്രങ്ങൾ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, സാഹിത്യ പ്രസ്ഥാനങ്ങൾ, പുരസ്കാരങ്ങൾ, മറ്റ് സവിശേഷതകൾ, ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 10 മാർക്കല്ല 11, 12 മാർക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സിലബസ് മാറുന്നുണ്ട്. ഇത് ആമുഖമായി പറഞ്ഞിട്ട് നമുക്ക് ഒറ്റപ്പദം എന്നുള്ള ഒരു മേഖലയിലേക്ക്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ ഒരു രീതി, ആ ഒരു പഠന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. താരതമ്യേന എളുപ്പമുള്ള ഒരു മേഖലയാണ്, എന്നാൽ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഒറ്റപ്പദം. അപ്പോഴവിടെ നിങ്ങളോട് ആദ്യം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ജനകന്റെ പുത്രി ആരാണ്? അപ്പോൾ ജനകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ സർ? ക്ലിയർ ആയില്ല. ജനകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അച്ഛൻ എന്നാണ്. അച്ഛൻ. അതെ, അച്ഛൻ. താതൻ, അച്ഛൻ. വെരി ഗുഡ് ആദർശ. നന്നായി. താതൻ, അച്ഛൻ, പിതാവ്, ജനകൻ, ജനയിതാവ്. ഇതൊക്കെ അച്ഛന്റെ പര്യായങ്ങളാണ്. താതൻ, അച്ഛൻ, ജനകൻ, ജനയിതാവ്, പിതാവ്. അപ്പോഴ് ജാനകി എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? അച്ഛന്റെ മകൾ എന്നല്ലേ? ആണല്ലോ. ജനകൻ എന്ന വാക്കിന് അച്ഛൻ എന്നാണ് അർത്ഥം. അപ്പോൾ ജാനകി എന്ന് പറയുമ്പോൾ അച്ഛന്റെ മകൾ എന്നാണ്. അപ്പോഴത് ആ നിത്യ നിൽക്കുകയാണ്. നിത്യ നമ്മൾ ജാനകി എന്ന് വിളിക്കുമോ? അല്ലെങ്കിൽ മീരയെ ജാനകി എന്ന് വിളിക്കുമോ? അല്ലെങ്കിൽ വിഷ്ണുപ്രിയ, സുചിത്ര, ജിജിയൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ അച്ഛന്റെ മകളുണ്ടോ? നിങ്ങളെപ്പോഴും ജാനകി എന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ അച്ഛന്റെ മകൾ വിളിക്കാം. എന്നാൽ സീതാദേവി മാത്രമേ ജാനകി എന്ന് വിളിക്കൂ. നിങ്ങളെ ആരും ജാനകി എന്ന് വിളിക്കില്ല. സീതാദേവിയെ മാത്രമാണ് ജാനകി എന്ന് വിളിക്കുന്നത്, അല്ല നിത്യ, വിഷ്ണുപ്രിയ ഒന്നും ജാനകി എന്ന് വിളിക്കാറില്ല. അവിടെ ജനകൻ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് നിങ്ങൾ പറഞ്ഞ അർത്ഥം തന്നെയാണ്, ഏത്? പിതാവ്. മറ്റൊന്ന് ജനക മഹാരാജാവ് എന്നാണ്. ജനക മഹാരാജാവിന്റെ പുത്രി എന്നുള്ള അർത്ഥത്തിലാണ് സീതാദേവി ജാനകി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാക്കിന് 2 അർത്ഥം വരുന്നുണ്ട്. ജനകൻ എന്ന വാക്കിന് പിതാവ് എന്നർത്ഥം വരുന്നുണ്ട്, മറ്റൊന്ന് ജനക മഹാരാജാവ് എന്നുണ്ട്. ഇനി മറ്റൊരു ചോദ്യം. ഈ ദ്രുപദന്റെ പുത്രി ആരാണ്? തീർച്ചയായിട്ടും. ഈ ദ്രൗപദിയുടെ മറ്റൊരു പേരെന്താണ്? പാഞ്ചാലി. അപ്പോഴ് എന്തുകൊണ്ടാണ് പാഞ്ചാലിയെ പാഞ്ചാലി എന്ന് മീര വിളിക്കുന്നത്? ആ പേരെങ്ങനെ വന്നു? ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഈ ആരോടെങ്കിലും ഒക്കെ പിണക്കങ്ങൾ തോന്നുമ്പോൾ, ചെറിയ പരിഭവങ്ങൾ തോന്നുമ്പോൾ നമ്മൾ വിളിക്കും നീ പോ പാഞ്ചാലി എന്നൊക്കെ. നമ്മൾ ഈ പറഞ്ഞ യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം നമ്മൾ കാണുന്നത്
പഞ്ചപാണ്ഡവരുടെ ഭാര്യ അല്ലെങ്കിൽ 5 പേരുടെ ഭാര്യ എന്നുള്ള അർത്ഥത്തിലാണ് ഒരുപക്ഷെ നമ്മൾ തിരിച്ച് ദേഷ്യം വരുമ്പോൾ ആരെങ്കിലും വിളിക്കുന്നത്. അതുപോലെ ആ വാക്കിന്റെ അർത്ഥമായിട്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പോകുന്നത്. എന്നാൽ അതല്ല. പാഞ്ചാല ദേശത്തെ രാജാവിന്റെ പുത്രി ആയതുകൊണ്ടാണ് പാഞ്ചാലിയെ പാഞ്ചാലി എന്ന് വിളിക്കുന്നത്. അതാണ് അതിൻ്റെ അകത്ത്. അല്ലാതെ പഞ്ചപാണ്ഡവരുമായിട്ട് ആ പേരിന് വലിയ ബന്ധമില്ല. പാഞ്ചാല ദേശത്തെ രാജാവിന്റെ പുത്രി ആയതുകൊണ്ടാണ് പാഞ്ചാലിയെ നമ്മൾ പാഞ്ചാലി എന്ന് വിളിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഈ പദശുദ്ധി എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. ഞാനൊരു വാക്ക് നിങ്ങളിൽ പേന ഉണ്ടെങ്കിൽ എഴുതാൻ വേണ്ടി ഒന്ന് പറയാണ്. ദ്രൗപദി എന്നൊന്ന് എഴുതിയേ നിങ്ങൾ. ദ്രൗപദി. എഴുതാൻ പേനയില്ലെങ്കിൽ മനസ്സിലെങ്കിലും അതിനെക്കുറിച്ച് ഒരു രൂപം ചിന്തിക്കുക. എഴുതി. അപ്പോഴങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ ദ്രൗപദി എന്നതിന്റെ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഏത് അക്ഷരമാണ് ഉപയോഗിച്ചത്? ധ എന്ന് നമ്മൾ ദൈവം എന്നിടുന്ന ധ എത്ര പേര് ഉപയോഗിച്ചു? ദൈവം എന്നൊക്കെ എഴുതുന്ന ആ ധ എത്ര പേരാണ് ഉപയോഗിച്ചിട്ടുള്ളത്? അതാണ് അതിന്റെ ശരി. പക്ഷെ പലരും തായാണ് എഴുതുന്നത്. ഈ ദ്രൗപദി എന്നുള്ള ഉത്തരം ശരിയായിട്ട് എഴുതി എത്ര പേരുണ്ട്? ഏറ്റവും ഒടുവിൽ ധ, ദൈവമെന്ന് നമ്മൾ എഴുതുന്ന ആ ധ ഉപയോഗിച്ച്. അതാണ് ശരി. അത് നിങ്ങൾക്ക് ഇതിന് നോട്ട് തരുന്നുണ്ട്. ഇവിടെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഈ അക്ഷരങ്ങൾ, കാരണം പദശുദ്ധിയിൽ വരും. ദ്രൗപദി എന്ന് പല രീതിയിൽ ബുധൻ എന്നെഴുതുന്ന ധ വരും, രഥത്തിന്റെ ധ തരും, ദൈവം എന്നെഴുതുന്ന ധ തരും, ഈ തായും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ദ്രൗപദി എന്ന വാക്ക്, ദ്രുപദന്റെ പുത്രി ദ്രൗപദി, ആ അർത്ഥത്തിൽ ശരിയായ വാക്ക് ഏതാണെന്നുള്ള ചോദ്യം വരും. അതൊന്ന് മനസ്സിൽ വയ്ക്കുക. പിന്നെ അടുത്ത് ഭീമന്റെ പുത്രി ആരാണ്? ഭൈമി. ഈ ആരാണ് ഭീമൻ? ഈ ഭീമൻ ഉത്തരം ശരിയാണ്, ഭൈമി തന്നെയാണ്. അല്ല, അവിടെ നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്ന ആട്ടക്കഥയുണ്ട്. നളചരിതം ആട്ടക്കഥ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ആട്ടക്കഥയാണ്. അതില് കുണ്ടിനപുരി എന്ന് പറയുന്ന ഒരു രാജ്യം, അവിടുത്തെ വളരെ പണ്ഡിതനായ മഹാരാജാവാണ് ഭീമൻ. അദ്ദേഹത്തിന് 3 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ്. ആ പെൺകുട്ടിയുടെ പേരാണ് ദമയന്തി. ഈ നള ദമയന്തി കഥയാണ് അതിലെ വിഷയം. നളനും ദമയന്തിയും തമ്മിലുള്ള ബന്ധം, അവരുടെ ജീവിതമാണ്. ഈ ഭീമ മഹാരാജാവിന്റെ പുത്രി ആയതുകൊണ്ടാണ് ദമയന്തിയെ നമ്മൾ ഭൈമി എന്ന് വിളിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രാചീന കവിത്രയങ്ങൾ, നമ്മുടെ ചില എഴുത്തുകാരുമായി ബന്ധപ്പെട്ട് വരണം 1-2 കാര്യങ്ങൾ കൂടി നോക്കാം. നളചരിതം ആട്ടക്കഥ എഴുതുന്നത് ആരാണ്? ഉണ്ണായി വാര്യരാണ്. മലയാളത്തിൽ ഒറ്റ കൃതി കൊണ്ട് പ്രശസ്തരായ 3 എഴുത്തുകാരുണ്ട്. ഒരൊറ്റ കൃതി എഴുതിയിട്ടുള്ളൂ. അങ്ങനെ പ്രശസ്തരായ 3 എഴുത്തുകാരാണുള്ളത്. ഒന്ന് നമ്മുടെ ഉണ്ണായി വാര്യർ തന്നെയാണ്. മറ്റൊന്ന് ചെറുശ്ശേരിയാണ്, കൃഷ്ണഗാഥ രചിക്കുന്ന ചെറുശ്ശേരിയാണ്. മൂന്നാമത്തത് വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവായ രാമപുരത്ത് വാര്യർ. അദ്ദേഹത്തിന്റെ കൃതി ഏത്? വഞ്ചിപ്പാട്ട്. ഈ രാമപുരത്ത് വാര്യരെ കുറിച്ചോ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനോ കുറിച്ചോ ചോദിക്കില്ല. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചോദ്യം വരും. ഇങ്ങനെയായിരിക്കും: വഞ്ചിപ്പാട്ടിന്റെ വൃത്തം എന്ത്? നദോന്നതയാണ്. ഈ നദോന്നതയ്ക്ക് നമുക്ക് വേണമെങ്കിൽ തങ്കമണി വൃത്തം ഒന്നിട്ടൂടെ, അല്ലെങ്കിൽ ചെല്ലമണി വൃത്തം ഒന്നിട്ടൂടെ? എന്തുകൊണ്ട് നദോന്നതയ്ക്ക് ആ പേര് വന്നു? നദം, അതിന്റെ ഓപ്പോസിറ്റ് ഉന്നതം. നദം എന്നാൽ താഴ്ന്നെന്നാണ്, ഉന്നതം എന്നാൽ ഉയർന്നെന്നാണ്. ഇപ്പോഴ് ഈ നദോന്നത എന്ന ഉത്തരം പറഞ്ഞ ആളാരാണ്? വിഷ്ണുപ്രിയാണോ? ആരാണ്? വിഷ്ണുപ്രിയ. അവിടെ വിഷ്ണുപ്രിയ ഒരു വഞ്ചിയിൽ സഞ്ചരിക്കുന്ന ഏറ്റവും സങ്കല്പിക്കുക. ഒരു വഞ്ചിയിൽ പോവുകയാണ്. ഈ വഞ്ചി പോകുന്നത് താന്ന് ഉയർന്നല്ലേ പോകുന്നത് വെള്ളത്തിലൂടെ? ഉന്നതം എന്നുള്ള രീതിയിൽ താന്ന് ഉയർന്നാണ് വഞ്ചി പോകുന്നത് തന്നല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ വൃത്തത്തിന് ആ പേര് വരുന്നത്. നദം എന്ന വാക്കിന്റെ എതിർപദം എന്താണെന്ന് ഇവിടെ മനസ്സിലാക്കി വെക്കുക. അത് ഉന്നതമെന്നാണ്. വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിന് നദോന്നത എന്ന് വരാൻ കാരണം അതിന് ഈ താന്നുയർന്നുള്ള യാത്രയായതുകൊണ്ടാണ്. അതുപോലെ കൃഷ്ണഗാഥയുടെ വൃത്തം എന്താണ്?
മഞ്ചരി. ഇതിനും കാരണമുണ്ട്. മഞ്ചരി എന്ന വാക്കിന് പൂങ്കുല എന്നാണ്. ഇപ്പൊ നമുക്കറിയാം എഴുത്തച്ഛന്റെ കൃതിയിലെ പ്രധാനപ്പെട്ട ഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയാണെന്ന് പറയാം. കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയിലെ പ്രധാനപ്പെട്ട ഭാവം പരിഹാസമാണെന്ന് പറയാം. പരിഹാസം. പക്ഷെ ചെറുശ്ശേരിയുടെ കൃതിയിലെ പ്രധാനപ്പെട്ട ഭാവം എന്തതിന് പലരും ഭക്തി എന്ന് പറയും, പക്ഷെ ഭക്തിയല്ല. അതില് പലവിധ ഭാവങ്ങളുടെ ഒരു സമ്മേളനമാണ് ഭക്തിയും. എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ ശൃംഗാര രസമായിരിക്കും കൂടുതൽ വരുന്നത്. ഭക്തിയും ശൃംഗാരവും ഒക്കെ ആ നവരസങ്ങളുടെ ഒരു മേളനം അതിൻ്റെ അത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആ വൃത്തത്തിന്റെ പേര് തന്നെ എന്താണ് മഞ്ചരി എന്നാവുന്നത്. ഇനി നമുക്ക് ചെറുശ്ശേരിയിലേക്ക് വരാം. ഇപ്പോഴും നമുക്ക് രാമപുരത്ത് വാര്യർ എന്ന് പറയുന്ന അദ്ദേഹത്തെ നമ്മൾ തൽക്കാലം അവിടെ നിർത്തിയിട്ട് ചെറുശ്ശേരിയെ കുറിച്ച് നോക്കാം. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഏത് കൃതിയിൽ നിന്നാണ് അതിന്റെ ഇതിവൃത്തം സ്വീകരിച്ചിട്ടുള്ളത്? കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം ഭാഗവതം ദശമസ്കന്ധം. ഭാഗവതം ദശമസ്കന്ധം എന്നാണ്. ഇനി ദശം എന്ന വാക്കിന് 10 ഈ സ്കന്ധം എന്ന് പറയുന്നത് പഴയ അധ്യായങ്ങൾ. ഭാഗവതത്തെ നമ്മൾ തിരിച്ചിട്ടുള്ളത് സ്കന്ധങ്ങളായിട്ടാണ്. ഏകസ്കന്ധം, ദ്വയസ്കന്ധം തുടങ്ങി 10ാമത്തെ സ്കന്ധം അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് നമ്മൾ കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാണ്ഡങ്ങളായി തിരിച്ചിട്ടുള്ള എന്തിനെയാണ്? രാമായണത്തെ. രാമായണം, സുന്ദരകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, അയോധ്യാകാന്ഡം, ബാലകാന്ഡം. അവിടെ മഹാഭാരതത്തെ എന്തായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? പർവ്വങ്ങളായി. പർവ്വം. ഈ പ്രാചീന സംസ്കൃത നാടകങ്ങളുണ്ട്, അതിനെന്തായിട്ടാണ് തിരിക്കുന്നത്? അംഗങ്ങളായിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ, മലയാളം ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അറിയാം. കവിത കാളിദാസസ്യ തത്ര ശാകുന്തളം വരം ശാകുന്തളെ ചതുർത്ഥാംഗ തത്ര ശ്ലോക ചതുഷ്ടയം. കവികളിൽ കാളിദാസനാണെന്നും കാവ്യങ്ങളിൽ ശാകുന്തളമാണ് മികച്ചതെന്നും അതിൽ തന്നെ ഏറ്റവും മികച്ചത് അതിലെ ചതുർത്ഥാംഗം 4ാം അംഗമാണെന്നും അതിൽ ഏറ്റവും മികച്ച അത് അവിടുത്തെ 4 ശ്ലോകങ്ങളെന്നാണ്. അപ്പൊ അംഗം എന്ന വാക്ക് പഴയ സംസ്കൃത നാടകങ്ങളെ അംഗങ്ങളായാണ് തിരിക്കുന്നത്. ഇനി ഈ അംഗം എന്ന വാക്കിന് എന്തൊക്കെ അർത്ഥമുണ്ട്? നമ്മൾ നമ്മള് സങ്കടം എന്നൊക്കെ എഴുതുന്ന ഇങ്ക ഉണ്ടല്ലോ, നമ്മള് വെട്ടാൻ പോയി, യുദ്ധം, പോര്. നമുക്ക് വേറെ അർത്ഥമുണ്ട് അംഗം എന്ന വാക്കിന്. നാടകത്തിൽ, സംസ്കൃത നാടകത്തിൽ രംഗം എന്ന അർത്ഥമുണ്ട്. എന്നാൽ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് പ്രധാനപ്പെട്ട. ഞാൻ ആ കുഞ്ഞിനെ എന്റെ അംഗത്തിലിരുത്തി. ഞാൻ ആ കുഞ്ഞിനെ എന്റെ അംഗത്തിലിരുത്തി. അപ്പോഴെന്താണ്? ഒരു വാക്കിന് തന്നെ 2-3 അർത്ഥം വരുന്നുണ്ടോ? അംഗം എന്നതിന് സംസ്കൃത നാടകത്തിലെ ഒരു രംഗമാണെന്ന് അർത്ഥം വരുന്നുണ്ട്. പിന്നെ അതുപോലെ യുദ്ധം അല്ലെങ്കിൽ പോരെന്ന അർത്ഥം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, മടിത്തട്ട് എന്ന അർത്ഥം കൂടെ വരുന്നുണ്ട്. അപ്പോഴ് ഇനി ഇത് ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ തിരിക്കുന്നതാണ് പറഞ്ഞത്. അവിടെ നമ്മൾ തൽക്കാലം ചെറുശ്ശേരിയെ അവിടെ നിർത്തുന്നു. രാമപുരത്ത് വാര്യർ നമ്മൾ നോക്കി. ഇനി പ്രധാനപ്പെട്ട ഒരാൾ ഉണ്ണായി വാര്യരാണ്. ഉണ്ണായി വാര്യരുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇതിന്റെ ഇതിവൃത്തം ഏത് കൃതിയിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയുടെ ഇതിവൃത്തം ഏത് കൃതിയിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇത് മഹാഭാരതം വനപർവത്തിലെ നളോപാഖ്യാനം. മഹാഭാരതം വനപർവത്തിലെ നളോപാഖ്യാനം എന്ന ഭാഗത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥ രചിക്കുന്നത്. ഇത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടി പറഞ്ഞുതരാം. നളചരിതം ആട്ടക്കഥ എത്ര ദിവസം ആടുന്നതിനായാണ് ക്രമീകരിച്ചിട്ടുള്ളത്? 4 ദിവസം. അവിടെ നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നളചരിതം ഇതിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? നാലെന്നതിന്റെ ആദ്യത്തെ അക്ഷരം ഞാ തന്നല്ലോ. നളചരിതം 4 ദിവസം. 2 തുടക്കത്തിൽ ആദ്യത്തെ അക്ഷരം നായാണ്.
മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. നളചരിതം എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ വരെ നാട്ടിലെ ന്യായാണ്. അത്രയും ദിവസം തന്നെ 4 ദിവസമാണ് വരുന്നത്. ഈ ഉള്ളൂരിന്റെ മഹാകാവ്യം ഏതാണ്? ഉള്ളൂരിന്റെ മഹാകാവ്യം കേരളം. അതെങ്ങനെ മനസ്സിലാക്കി? പഠിച്ചതാണോ ഇപ്പോഴും തോന്നിയതാണോ? മുന്നേ പഠിച്ചതാണ്. പഠിച്ചതാണ്. അവിടെയും ഉള്ളൂരിന്റെ എന്ന പേരിന്റെ ആദ്യത്തെ അക്ഷരം ഊ ആണ്. അദ്ദേഹത്തിന്റെ മഹാകാവ്യം എന്ന് ഓർമ്മിക്കാൻ അതും തുടങ്ങുന്നത് ഊവിലാണ്. നളചരിതം എന്ന ആട്ടക്കഥയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ന്യായാണ്. അത് 4 ദിവസമാണ്. ഇനി ഈ നളചരിതം ആട്ടക്കഥയ്ക്ക് മലയാളത്തിൽ ലക്ഷണമൊത്ത ആട്ടക്കഥ എന്ന് പറയുന്നുണ്ട്, അതിനെ വിളിക്കുന്നുണ്ട്. മലയാള ശാകുന്തളം എന്ന് അതിനെ വിളിക്കുന്നുണ്ട്. ഈ ലക്ഷണമൊത്ത ആട്ടക്കഥ എന്ന് അതിനെ വിളിക്കാൻ കാരണമുണ്ട്. നമ്മൾ പഠിക്കും മലയാളത്തിലെ ലക്ഷണമൊത്ത ആട്ടക്കഥ നളചരിതം ആട്ടക്കഥ. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാണാപ്പാടം പഠിച്ചു പോകുന്നതാണ്. കാരണം സാഹിത്യ ഭംഗി കൊണ്ട് അത്രയേറെ മികച്ചു നിൽക്കുന്നുണ്ട് അത്. അതുകൊണ്ടാണ് അതിനെ മലയാളത്തിലെ എന്ന രംഗത്ത് അവതരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സാഹിത്യ ഭംഗി കൂടുമ്പോൾ അതിനെ രംഗത്ത് അവതരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് എങ്ങനെ സാഹിത്യ ഭംഗി അത്രയും മികച്ചു നിൽക്കുന്നതുകൊണ്ടാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആട്ടക്കഥ എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, ഈ കഥകളി ഉപയോഗിക്കാത്ത അഭിനയ രീതി ഏതാണ്? കഥകളിയിൽ ഉപയോഗിക്കാത്ത അഭിനയ രീതി ചതുർവിധ അഭിനയമുണ്ട്. സാത്വികം, ആംഗികം, വാചികം, ആകാര്യം. അതെ, വാചികമാണ് ഉപയോഗിക്കാത്തത്. നമുക്ക് ചതുർവിധ അഭിനയം എന്ന് പറയുന്നത് സാത്വികം, ആംഗികം, വാചികം, ആഹാര്യം. അവിടെ ആഹാര്യം എന്നൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു രാജാവായി വരുമ്പോൾ ആ വേഷഭൂഷാദികളിലൂടെ, അല്ലെങ്കിൽ തന്നെ പടനായകനായി വരുമ്പോ, അല്ലെങ്കിൽ ഒരു യാചകനായി വരുമ്പോ അയാൾ വേഷഭൂഷാദികളിലൂടെയുള്ള അയാളുടെ ആ ഡ്രസ്സും മറ്റ് ആഭരണങ്ങളൊക്കെ ഇല്ലേ, ആടയാഭരണങ്ങളോടുകൂടി അഭിനയ രീതിയാണ് ആഹാര്യം എന്ന് പറയുന്നത്. എന്നാൽ കഥകളി ഉപയോഗിക്കാതെ പോകുന്ന ഒരു അഭിനയ രീതി എന്ന് പറഞ്ഞാൽ വാചികമാണ്. കാരണം പുറകെ നിന്ന് രണ്ടുപേരെന്താണ് അത് കൊട്ടി ഇങ്ങനെ പാടിക്കൊടുക്കും. അതിനെയാണ് അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് രംഗത്ത് നിൽക്കുന്ന നടൻ. ഇനി ഈ നളചരിതമാട്ടക്കഥയ്ക്ക് നമ്മുടെ AR രാജരാജവർമ്മ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതെന്താണ്? നളചരിതം ആട്ടക്കഥയ്ക്ക് AR രാജരാജവർമ്മ നൽകിയ വ്യാഖ്യാനമാണ് കാന്തരതാരകം. കാന്തരതാരകം എന്നാണ് അതിന്റെ പേര്. അപ്പോഴെന്താണ് കാന്തരം? കാട്, കാനനം, വനം, അരണ്യം, ആരണ്യകം, അടവി, വിപിനം എന്നൊക്കെ പറയുന്ന കാടിന്റെ പര്യായമാണ്. അപ്പോൾ കാന്തരം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വനമെന്നാണ്. കാട്, കാനനം, വനം, അരണ്യം, ആരണ്യകം, അടവി തുടങ്ങി കാടിന് ഒരുപാട് പര്യായങ്ങളുണ്ട്. അപ്പോഴ് കാന്തര താരകം, അപ്പോൾ വനത്തിലെ നക്ഷത്രം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഈ നക്ഷത്രത്തിന്റെ പര്യായവും ഉടുതാരതാരകം. ഈ ഢ എന്നുള്ളത് നമ്മൾ സാ മറിച്ചിട്ട ഢായാണ് ഉപയോഗിക്കുന്നത്. സാ എന്ന അക്ഷരം നമ്മൾ തിരിച്ചിടുമ്പോൾ ഉപയോഗിക്കുന്ന ഢായാണ്. ഉടുതാരതാരകം. അതുപോലെ പര്യായങ്ങൾ എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ അത് താളാത്മകമായി വേണം പഠിക്കാൻ. അതിന് നമ്മൾ ഓർഡർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് താളാത്മകമായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പം കണ്ട ഉടുതാരതാരകം, അല്ലെങ്കിൽ കാട്, കാനനം, വനം, അടവി, അരണ്യം, ആരണ്യകം. അങ്ങനെ ഒരു ഓർഡറിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്, മനസ്സിൽ നിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴ് വീണ്ടും ഇദ്ദേഹം നളചരിതം ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് വരുന്ന സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത്രയും പറഞ്ഞ കാന്തരതാരകം എന്നാണ് AR രാജരാജവർമ്മ നൽകിയ വ്യാഖ്യാനം. ഇനി നമ്മള് പറഞ്ഞു വച്ചത് ഭീമന്റെ പുത്രി ഭൈമി എന്നുള്ളിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ദശരഥന്റെ പുത്രൻ ആര്? ദാശരഥി. ഈ മലയാളത്തിലെ തൂലിക ചാട്ടവാറാക്കിയ കവി ആരാണ്? വിഷ്ണുപ്രിയ. ആരാണ് തൂലിക ചാട്ടവാറാക്കിയ കവി? ആർക്കെങ്കിലും പറയാമോ? നിങ്ങളങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. എപ്പോഴും ഒരു ക്ലാസ് റൂമില് നിങ്ങൾ അഭിപ്രായം പറയുക എന്നുള്ള ഒരു ചെറിയ കാര്യമല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. പക്ഷെ നിങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഉള്ളൂരിനെ പണ്ഡിത കവി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അത്
പണ്ഡിത കവി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. കാരണം ഉള്ളൂർ ഏറ്റവും അധികം എഴുതിയിട്ടുള്ള പ്രേമസംഗീതം എന്ന കവിത എടുത്തു നോക്കണം. പ്രപഞ്ചമസ്ത്വദ്ഭാവ വിഡംബന പാടവ മാർന്ന നടൻ, പ്രപഞ്ച കുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമിതമായ സംസ്കൃതമാണ് അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലാം. ഒരു മുഖമുദ്ര അതാണ്. സംസ്കൃതത്തെ അമിതമായി ഉപയോഗിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പണ്ഡിത കവി എന്ന് വിളിക്കുന്നത്. എന്നാൽ ആശയങ്ങളാൽ സമൃദ്ധനായ കവിയാണ്. സമൃദ്ധമായ ആശയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആശാൻ. ആശയഗംഭീരൻ. സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് പാടിയത് കൊണ്ടാണ് അദ്ദേഹത്തെ സ്നേഹഗായകൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. വള്ളത്തോളിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ജോൺ മിൽട്ടൺ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. ജോൺ മിൽട്ടൺ, പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് അഗൈൻ ഒക്കെ എഴുതിയ ജോൺ മിൽട്ടൺ. ഇത് അന്ധനായിരുന്നു. വള്ളത്തോൾ എന്തായിരുന്നു? ബധിരനായിരുന്നു. കാത് കേട്ടുകൂടാത്ത ആളായിരുന്നു. ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കേൾവി നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ബധിര കവി എന്നറിയപ്പെടുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. ബധിരനായ കവി. അത് എഴുതി ബധിര വിലാപം എന്ന് പറയുന്ന ആ അനുഭവത്തെ കുറിച്ചൊരു കാവ്യം. അന്ധനായ കവി ജോൺ മിൽട്ടൺ ആണ്. ബധിരനായ കവി എന്നറിയപ്പെടുന്ന വള്ളത്തോളാണ്. അദ്ദേഹത്തിന് കേൾവി ശക്തി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മള് ഇതിലേക്ക് വരികയാണ്. ഇവിടെ നമ്മുടെ ദാശരഥി കൊള്ളാം. അത് തൂലിക ചാട്ടവാറാക്കിയ കവി എന്ന് പറയുന്നത് ഉള്ളൂരല്ല, പകരം കുഞ്ചൻ നമ്പ്യാരാണ് തൂലിക ചാട്ടവാറാക്കിയ കവി. എന്നാൽ തൂലിക പടവാളാക്കിയ കവിയോ ആരാണ്? വയലാറാണ്. വയലാറാണ് തൂലിക പടവാളാക്കിയ കവി എന്ന് പറയുന്നത്. ശക്തിയുടെ കവി ഇടശ്ശേരി എന്ന് മാത്രം പഠിക്കരുത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് പഠിക്കണം. കാരണം ഇടശ്ശേരിയുടെ പൂർണ്ണമായ പേരെന്ത് എന്ന് ചോദിച്ചിട്ട് താഴെ ചോയ്സിൽ വരും ഇടശ്ശേരി ഗോവിന്ദ പിള്ള, ഇടശ്ശേരി ഗോവിന്ദ വർമ്മ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഇടശ്ശേരി ഗോവിന്ദ പണിക്കർ എന്ന് വരും. അത് PSCയുടെ ഒരു പുതിയ അടുത്ത കാലങ്ങളിൽ അവർ ചെയ്യുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് ആ പൂർണ്ണമായ പേര് NN കക്കാട്. പൂർണ്ണമായ പേരെന്ത്? നാരായണൻ നായർ കക്കാട്, നാരായണൻ നമ്പൂതിരി കക്കാട്, നാരായണ പിള്ള കക്കാട് എന്നൊക്കെ ആയിരിക്കും ചോയ്സ് വരുന്നത്. അവിടെ NN കക്കാട് എന്ന് പറയുമ്പോൾ നാരായണൻ നമ്പൂതിരി കക്കാട് എന്നാണ് പൂർണ്ണമായ പേര് അദ്ദേഹത്തിന്റെ. നാരായണൻ നമ്പൂതിരി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ പൂർണ്ണമായ പേരുകൾ ഇടശ്ശേരി എന്ന് മാത്രമല്ല ഇടശ്ശേരി ഗോവിന്ദൻ നായർ തന്നെ പഠിച്ചു പോകുന്നത് നല്ലതാണ്. ഈ വയലാർ രാമവർമ്മയുടെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കാവ്യങ്ങളിലൊന്നാണ് രാവണപുത്രി. രാവണപുത്രിയില് രാവണൻ പരാജയപ്പെടുന്നതാണ്. രാമരാവണ യുദ്ധമാണ്. അതിൽ പറയുന്നുണ്ട്, ദാശരഥി തൻ പടപ്പാളയങ്ങളിൽ വീശിയടിച്ചു ജയോന്മാദ ശംഖുലി. ദാശരഥി തൻ പടപ്പാളയങ്ങളിൽ വീശിയടിച്ചു ജയോന്മാദ ശംഖുലി. അവിടെ ദശരഥന്റെ പുത്രൻ എന്നുള്ള അർത്ഥത്തില് ശ്രീരാമനെ വിളിക്കുന്നതാണ് ദാശരഥി എന്ന്. അവിടെ ദശരഥന്റെ പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കുന്ന പേര് ദാശരഥി എന്നാണ്. അത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ കവിത കൂടെ ഞാൻ ഇങ്ങനെ കോട്ട് ചെയ്ത് പറയുന്നത്. അതുപോലെ നമ്മള് ഒരു വാക്ക് ഇപ്പം ശ്രീരാമനെ തന്നെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു വാക്കാണ്. ഈ മലയാളം പഠിക്കാൻ കൗസല്യയുടെ പുത്രൻ ആര്? കൗസല്യയുടെ പുത്രൻ ആരാണ്? കൗസല്യയുടെ പുത്രൻ ശ്രീരാമനാണ്. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ വന്നു, അരയന്നങ്ങളുടെ വീട്. അതില് ഒരു പാട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അഹല്യയായി മാറും. കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അഹല്യയായി മാറും. അപ്പോൾ കൗസല്യയുടെ പുത്രൻ എന്നതിന്റെ ഒറ്റപ്പദം കൗസല്യാത്മജൻ എന്നാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. ഒരു വാക്കിന്റെ ഒടുവിൽ ആത്മജൻ എന്ന് വന്നാൽ കൗസല്യയുടെ ആത്മജൻ എന്ന് വന്നാൽ എന്താണ് അർത്ഥം? പുത്രൻ എന്നാണ്. എന്നാൽ ഒരു വാക്കിന്റെ ഒടുവിൽ ആത്മജ എന്ന് വന്നാലോ പുത്രി എന്നാണ്. തനയൻ എന്ന് വന്നാൽ പുത്രൻ. അപ്പോൾ തനയ എന്ന് വന്നാലോ പുത്രി. ഇതുപോലെയാണ് നന്ദനൻ എന്നാൽ പുത്രനാണ്. എന്നാൽ നന്ദ, അളകനന്ദ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നന്ദ, നന്ദന, നന്ദിനി, ഈ മൂന്നും വന്നു കഴിഞ്ഞാൽ പുത്രി എന്നാണ്. നന്ദനൻ എന്ന പേരിന് അത് പുത്രനാണെങ്കിൽ നന്ദ,
നന്ദന, നന്ദിനി എന്നൊക്കെ വന്നാൽ പുത്രി എന്നാണ്. ഇത് ഏത് വാക്കിന്റെ ഒടുവിലും ഇത്തരത്തിലുള്ള വാക്കുകൾ വരുമ്പോൾ, ഇപ്പം രാമതനയൻ എന്നാൽ എന്താണ്? രാമന്റെ പുത്രൻ. കൃഷ്ണ മകൻ. മകൻ. അതെ. കൃഷ്ണനന്ദിനി എന്നാൽ കൃഷ്ണന്റെ പുത്രി. കൃഷ്ണന്റെ മകൾ. അപ്പോഴങ്ങനെയാണെങ്കിൽ ലാസർ ആത്മജൻ എന്ന് പറഞ്ഞ ലാസറിന്റെ പുത്രൻ. ഇപ്പം ചെല്ലപ്പ നന്ദൻ എന്നൊരാളെ വിളിച്ച അതെ. ഏത് വാക്കിന്റെ ഒടുവിലും ഈ ആത്മജൻ ആത്മജ, തനയൻ തനയ, നന്ദനൻ നന്ദ, നന്ദന, നന്ദിനി എന്നൊക്കെ വന്നാൽ പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്നാണ് അർത്ഥം. എന്നാൽ ഇതിന്റെ കൂടെ തന്നെ സൂനു എന്ന വാക്കുണ്ട്. ഈ സൂനു എന്ന വാക്ക് പുത്രനാണെങ്കിലും പുത്രിക്കാണെങ്കിലും നമ്മൾ ഉപയോഗിക്കും. രണ്ടുപേരും കോമൺ ആയി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പുത്രൻ പുത്രി രണ്ടുപേർക്ക് ഉപയോഗിക്കാം. ഇപ്പൊ സീതാദേവിയെ നമുക്ക് വേണമെങ്കിൽ ജനക സൂനു എന്ന് വിളിക്കാം. അതുപോലെ ശ്രീരാമനെ ദശരഥ സൂനു എന്നും വിളിക്കാം. ഈ നിങ്ങൾ ഞാൻ ഒരു പ്രസ്താവന നടത്താം, തെറ്റോ ശരിയോ എന്ന് പറയണം. സുഗതകുമാരി ഒരു കവിയാണ്. തെറ്റാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. കാരണം നിങ്ങൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ സ്ത്രീകൾക്ക് അവരുടെ സീറ്റിൽ ഇരിക്കാമെന്ന് മാത്രമല്ല പുരുഷന്മാരുടെ സീറ്റിൽ ഇരിക്കാം. അതാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് കവി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം കവയിത്രി തന്നെയാണ്. ഏതൊരു മാറ്റവും വേണ്ട. കവി കവയിത്രി. പക്ഷേ ആണെഴുത്തുകാരെ കവി എന്ന് വിളിക്കുന്ന പോലെ നമുക്ക് സ്ത്രീ എഴുത്തുകാരെയും കവികളെന്ന് പറയാം. സുഗതകുമാരി ഒരു കവിയാണെന്ന് പറയുന്നത് തെറ്റില്ല. മാധവിക്കുട്ടി ഒരു കവിയാണെന്ന് പറയുന്നത് തെറ്റില്ല. കാരണം അവരെ കവി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം കവയിത്രിയാണ്. എന്നാൽ നേരെ തിരിച്ചതും പറയാം. സുഗതകുമാരി ഒരു കവയിത്രിയാണെന്ന് പറയുന്നതിൽ കുഴപ്പമില്ല, കവിയാണെന്നും പറയുന്നത് തെറ്റില്ല. പക്ഷേ ONV കുറിപ്പ് ഒരു കവയിത്രിയാണെന്ന് നമ്മൾ പറയില്ല. ഈ ഞാൻ പറഞ്ഞ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് എന്താണ് ആണുങ്ങളുടെ സീറ്റിൽ ഇരിക്കാം, പക്ഷെ ആണുങ്ങൾക്ക് എന്താണ് ചെന്ന് സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. അതേ ഒരു ലോജിക്കാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പോഴതുകൊണ്ട് സൂനു എന്ന വാക്ക് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ്. പുത്രനാണെങ്കിലും പുത്രിക്കാണെങ്കിലും നമ്മൾ ഉപയോഗിക്കും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഈ വാക്കുകളുടെ ഒടുവിൽ ജിത്ത് എന്ന് പ്രയോഗിക്കും. ജിത്ത് നമ്മൾ ശ്രീജിത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ജിത്ത് എന്ന വാക്കിന് കീഴടക്കിയവൻ, ജയിച്ചവൻ എന്നാണ്. ഈ പണ്ട് വില്യം ഷേക്സ്പിയർ ആണ് ചോദിച്ചത് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന്. ഒരു പേരിലാണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കുട്ടിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നല്ലൊരു പേരിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പം ജിത്ത് എന്ന വാക്കിന്, ശ്രീജിത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? ജിത്ത് എന്ന വാക്കിന് കീഴടക്കിയവൻ അല്ലെങ്കിൽ ജയിച്ചവൻ എന്നാണ്. അപ്പോൾ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ജയിച്ചവൻ, ഐശ്വര്യം എന്നല്ല സാർ? ഐശ്വര്യ ജയിച്ചവൻ. രാവണന്റെ പുത്രന്റെ പേരെന്താണ്? ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത്. അതെ, ഇന്ദ്രജിത്ത്. ആ പേരിന്റെ അർത്ഥം എന്തായിരിക്കും? ജയിച്ചവൻ. അപ്പോൾ ജഗജിത്ത് എന്ന് പറഞ്ഞാൽ അതെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് പേരുകളുടെ കാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു കുഴപ്പമുണ്ട്. ചില കുട്ടികൾക്ക് ശിവജിത്ത് എന്ന് പേരിടും, കൃഷ്ണജിത്ത് എന്ന് പേരിടും. അതിന്റെ അർത്ഥം എന്താണ്? രാവിലെ കുഞ്ഞിനെ നോക്കി വിളിക്കുന്നത് മോനെ കൃഷ്ണനെ തോൽപ്പിച്ചവനെ എണീറ്റ് വാ എന്നാണ്, അല്ലെങ്കിൽ ശിവനെ തോൽപ്പിച്ചവനെ എണീറ്റ് വാ എന്നാണ് നമ്മൾ ആ പേരിന്റെ. ചിലർ അവിടെയും വിടില്ല, ബ്രഹ്മജിത്താക്കും. ആ പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ തോൽപ്പിച്ചവനെ എണീറ്റ് വന്ന് ആഹാരം കഴിക്കാനാണ് പറയുന്നത്. മഹാപാവല്ലേ എന്ന്. അതുകൊണ്ട് പേര് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പേര് മലയാളം പഠിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് വ്യക്തികളുടെ പേരുകള്, സ്ഥലപ്പേരുകള്, സിനിമാ പാട്ടുകൾ, ഇങ്ങനെ ഗാനങ്ങൾ, അവയുടെ അർത്ഥം ഇവ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഓരോ ഓമന പേരുകൾ കാണും. ചുപ്രു എന്നും പക്രു എന്നും ഒക്കെ ഓമന പേരുകൾ ഉണ്ടാവും. പക്ഷെ ഇത് ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ ഈ അച്ഛന്റെ അമ്മയുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം വെച്ച് പേരിടും. ചില പേരിന് കർച്ചം ഉണ്ടാകും, ചില പേരുകൾ അങ്ങനെ ഇടുമ്പോൾ അതിന് യോജിപ്പുണ്ടാകും. ഇപ്പൊ ആന്റണിയും ക്രിസ്റ്റീനയാണ്, അവരുടെ കുഞ്ഞിന് എന്ത് പേരിട്ട് കൊടുക്കേണ്ടി വരും? പേരിന്റെ ആദ്യത്തെ അക്ഷരം വെച്ച് ആന്റണിയും ക്രിസ്റ്റീനയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരുടെ കുഞ്ഞിന് എന്ത് പേര് ഇടേണ്ടി വരും?
ആക്രി. മാക്രി എന്ന്. മാധവനും ക്രിസ്ത്യനാണെങ്കിലും നമ്മൾ മാക്രി എന്ന് ഇടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇടക്കാലങ്ങളിൽ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഒരർത്ഥവും ഇല്ലാത്ത പേരുകൾ പിള്ളേർക്ക് ഇട്ടുകൊടുക്കും. അപ്പോൾ പേര് ഏറ്റവും പ്രധാനം തന്നെയാണ്. അപ്പോൾ ജിത്ത് എന്ന വാക്ക് എവിടെ കണ്ടാലും നമ്മൾ എന്ത് മനസ്സിലാക്കണം? ജയിച്ചവൻ എന്നാണ്. ശ്രീജിത്ത്, വിശ്വജിത്ത്, പിന്നെ അജിത്ത് എന്നും ജയിക്കുന്നവൻ, എപ്പോഴും ജയിക്കുന്നവനാണ് അജിത്ത്, പരാജയപ്പെടുത്താൻ കഴിയാത്തവൻ. സുജിത്ത് നന്നായി ജയിക്കുന്നവൻ. അപ്പോഴങ്ങനെ നല്ല പേരാണ്, നന്നായി ജയിക്കുന്നവൻ, നല്ല കാര്യമാണ്. വരുമ്പോ അർത്ഥം പറഞ്ഞു കൊടുക്കാം. ഇത് പലർക്കും അവരുടെ പേരിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ. ഈ നമുക്ക് ഈ അദ്ദേഹത്തിന് ചോദിച്ചു നോക്കണം, ഇത്രയും കാലം കൊണ്ട് ഈ പേര് നടക്കുകയില്ലേ, എന്താണ് ചേട്ടാ പേരിന്റെ അർത്ഥം എന്ന് ചോദിച്ചു നോക്കണം, അദ്ദേഹത്തിന് അറിയില്ല. ഈ പിന്നെ ഹിന്ദു വിഭാഗത്തിൽ ഹിന്ദു മിത്തോളജിയായിട്ട് കണക്റ്റഡ് ആണ്. എന്നാൽ ക്രിസ്ത്യൻസിന്റെ പേരുകൾ വരുമ്പോൾ നമ്മൾ ഹീബ്രു, അരാമിക് ഭാഷ, ബൈബിള്, ഇതുമായി ബന്ധപ്പെട്ട പേരായിരിക്കും. യേശുദാസ്, യോഹന്നാൻ, മറിയ, മേരി, പിന്നെ വിശുദ്ധന്മാരുടെ പേരൊക്കെ ആയിരിക്കും അവർക്ക് വരുന്നത്. ഇനി നേരെ തിരിച്ച് ഇസ്ലാമിയരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പാത്തുമ്മ എന്ന് പറയും. ഇത് ഫാത്തിമയാണ്. നബി തിരുമേനിയുടെ മകളുടെ പേരാണ് ഫാത്തിമ. അതിനെയാണ് നമ്മൾ പാത്തുമ്മ ആക്കി മാറ്റിയത്. അതെല്ലാം ഇവരുടെ ഇസ്ലാമിക് ഭാഷ, അറബി ഭാഷയും ഇസ്ലാമിക് കൾച്ചറും ഖുറാനുമായി ബന്ധപ്പെട്ട പേരായിരിക്കും അവരുടെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നബി എന്ന പേരൊക്കെ പലർക്കും ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ വിശ്വസിക്കുന്ന മതവുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ മിത്തോളജിയായിട്ട്, ഹിന്ദു മിത്തോളജി അങ്ങനെ, ക്രിസ്ത്യൻ മിത്തോളജി അങ്ങനെയാണ് നമ്മുടെ പേരുകൾ പലപ്പോഴും വരുന്നത്. അത് ഒരു വിഭാഗത്തിന് മാത്രമല്ല. ഈ എല്ലാവർക്കും നിങ്ങളുടെ പേരിന്റെ അർത്ഥം കൂടെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. മലയാളം പഠിക്കണ ഏറ്റവും നല്ല മാർഗം ഇതാണ്, നമ്മുടെ പേരുകളുടെ അർത്ഥം. ഇപ്പം മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ജിത്ത് എന്നതുപോലെ ഈ സു എന്ന അക്ഷരം മിക്കവാറും നമ്മൾ വാക്കുകളുടെ മുന്നിൽ ഉപയോഗിക്കുമ്പോൾ നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അപ്പോഴങ്ങനെയാണ് ഈ സുഗമം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? നന്നായി പോകുന്നത്, നന്നായി ഗമിക്കുവാൻ എളുപ്പമുള്ളത് സുഗമം. അപ്പോൾ സുശീലനോ? നല്ല ശീലമുള്ളവൻ. നല്ല ശീലമുള്ളവൻ. സുശീല. അപ്പോൾ സുശീല നല്ല ശീലമുള്ളവൻ. പക്ഷെ ഇവരുടെ ശീലങ്ങളൊക്കെ നമുക്കറിയാം. കാരണം ആ പേരുമായിട്ട് സുശീലയുടെ കയ്യിൽ മൊത്തം ദുശീലങ്ങളായിരിക്കും. പക്ഷെ പേരിട്ടിരിക്കണ എന്താണ്? സുശീല എന്നാണ്. സുഗുണനോ? നല്ല ഗുണങ്ങളുള്ളവൻ. അതുപോലൊരു പേരാണ് സുഭാഷിണി. എന്താണ് സുഭാഷിണി? നന്നായി സംസാരിക്കുന്നവള്. പേര് സുഭാഷിണി എന്നാണ്, നന്നായി സംസാരിക്കുന്നുള്ളതാണ് അർത്ഥം. പക്ഷെ സുഭാഷിണി വാതുറ നമ്മൾ അറിയാൻ കാത് കുത്തിപ്പോവും. ആ പേരുമായിട്ട് യാതൊരു യോജിപ്പും ഇല്ലാത്ത സ്വഭാവമായിരിക്കും. സുലോചന. പക്ഷെ പക്ഷെ സുലോചനയുടെ കണ്ണ് ഈസ്റ്റും മറ്റൊന്ന് വെസ്റ്റും ആയിരിക്കും. ആ പേരിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ സുന്ദരൻ ആരാണ്? ഈ സൗന്ദര്യമുള്ളവൻ. ഇപ്പൊ ആദർശിനെ പോലെയുള്ള ആൺകുട്ടികൾ ഇതിന്റെ അകത്തുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തോന്നും അവരെ കൂടെ ഉദ്ദേശിച്ചാണ്. സുന്ദരൻ ആരെന്ന് ചോദിച്ചാൽ ആദർശിനോട് പറയാം ഞാനാണെന്ന്. നല്ല നരൻ സുന്ദരൻ. ആരാണ് നല്ല നരൻ സുന്ദരൻ? സു എന്നാ നല്ലത്, നരൻ എന്ന മനുഷ്യൻ, നല്ല നരൻ. അപ്പോൾ സുന്ദരി എന്ന വാക്കിന്റെ അർത്ഥം നല്ല സ്ത്രീ. നല്ല സ്ത്രീ. കുറച്ചുകൂടെ അതിനോട് ചേർന്ന് പറയാം ഞാൻ. നല്ല ഈ നരി എന്ന് പറഞ്ഞാൽ കുറുക്കന്റെ ഭാര്യ. കുറുക്കത്തി എന്നുകൂടി ഒരു അർത്ഥമുണ്ട്. നല്ല നരിയല്ല, പുലി എന്നും അർത്ഥമുണ്ട് കേട്ടോ. നല്ല നരി എന്നല്ല അർത്ഥം വരുന്നത്. നല്ല നാരിയാണ് സുന്ദരി. നല്ല നരൻ സുന്ദരനാണ്. അങ്ങനെ മിക്കവാറും വാക്കുകളുടെ ഒക്കെ വരുമ്പോ നല്ലതെന്നുള്ള അർത്ഥം. സുശീലൻ, സുമുഖൻ. ഇത് മാത്രമല്ല, ഈ സുകുമാരൻ രസകരമാണ്. ഈ സുകുമാരൻ ആരാണ്? കുമാരൻ. ആരാണ് കുമാരി? കുട്ടി, ആൺകുട്ടി കുമാരൻ. ചെറിയ കുട്ടിയുടെ. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ടീനേജ് എന്നാണ് പറയുന്നത്. ടീൻ ഏജ്. 12 കഴിഞ്ഞ് 13 മുതൽ 19 വരെയുള്ള പീരീഡ്. കാരണം ഇതെല്ലാം ഈൻ എന്നാണ് തീരുന്നത്. 12 കഴിഞ്ഞ പിന്നെ 13, 14, 15 അങ്ങനെയല്ലേ പോകുന്നത്. ഈൻ എന്നായിരിക്കും അവസാനിക്കുന്നത്. ഇങ്ങനെ 19 വരെയുള്ള,
അതായത് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ഉള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടീനേജ് എന്ന് വിളിക്കുന്നത്. ഇവരെയാണ് കുമാരൻ അല്ലെങ്കിൽ കൗമാരം മാറാത്തവൻ കുമാരൻ, കൗമാരം മാറാത്തവർ കുമാരി. 65 വയസ്സുള്ള അവരുടെ പേര് സുകുമാരി എന്നാണ്. ആലോചിച്ച് നോക്കിയേ, ആ പേരും അവരെ അറിഞ്ഞാണ് വിട്ടുകൊടുത്തത്. വയസ്സ് 65, അവരുടെ പേരിന്റെ അർത്ഥം എന്താണ്? കൗമാരം മാറാത്തവൾ എന്നാണ്. മനസ്സിലായോ? അപ്പോഴ് ഇനി 65 വയസ്സുള്ള ഒരു അപ്പൂപ്പന്റെ പേരും എന്താണ്? സുകുമാരൻ എന്നാണ്. അദ്ദേഹത്തിന്റെ കൗമാരം മാറാത്തവൻ എന്നാണ്. അതുപോലെ സുകന്യ, നല്ല കന്യക എന്നാണ്. ഇതുപോലെ പല പേരുകളും നമ്മൾ ഇടുമ്പോൾ അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് ഓരോ പേരിനും വ്യക്തമായ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ മലയാളത്തിലേക്ക് വരാൻ നല്ല മാർഗങ്ങളിലൊന്ന്, നമ്മളെ ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ കൂടെ ഒന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടാവുക. 1-ാം ഘട്ടം എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം നിങ്ങൾ ഇതിലേക്ക് താല്പര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് സ്ഥലപ്പേരുകൾക്ക് ഇതുപോലെ അർത്ഥമുണ്ട്, വ്യക്തികളുടെ പേരുകൾക്ക് അർത്ഥമുണ്ട്, എല്ലാ പേരുകൾക്കും. നിങ്ങളുടെയൊക്കെ പേരിന്റെ അർത്ഥം മീര എന്ന് കാണുമ്പോൾ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഗായികയാണ്. ആദർശമുള്ളവനാണ് ആദർശ്. വിഷ്ണുവിന് പ്രിയപ്പെട്ടവൾ വിഷ്ണുപ്രിയയും. റംലത്ത്, അതെനിക്ക് ഈ ഇസ്ലാമിക് മിത്തോളജി ആയിട്ട് കണക്ട് ചെയ്തതാണ്. ആ പേരിന്റെ അർത്ഥം അറിയാം റംലത്തെ? വേഗത, അങ്ങനെയാണ്. വേഗതയുള്ളത് അല്ലേ? അങ്ങനെയാണോ? അതുപോലെ ജിജിയുടെ പേരിന്റെ അർത്ഥം, ലിമിയുടെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മിത്തോളജി ആയിട്ട് കണക്ട് എന്നാണ് എന്റെ ഓർമ്മ. അല്ല, എങ്ങനെയാണ് ലിമി? അർത്ഥമില്ലാന്നാണ് അറിഞ്ഞത്. അർത്ഥമില്ല, ചേട്ടന്റെ പേരിന് മാച്ച് ചെയ്തിട്ടിട്ടതാ. ചേട്ടന്റെ പേര് ലാൽകൃഷ്ണ എന്നാണ്, ലിമി കൃഷ്ണ എന്നിട്ടതാണ്. അതാണ് കാരണം. ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞില്ലേ, ചില കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ലാത്ത, എന്നാൽ കേൾക്കാൻ നല്ല, ലിമി എന്ന പേരൊക്കെ കേൾക്കാൻ നല്ല സുഖമുള്ള പേരാണ്. പക്ഷെ അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥമില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ നമ്മൾ പേരിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ കഴിവിന്റെ പരമായി നമ്മൾ ഒരു പേര് കണ്ടെത്തുമ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാവണം. മലയാളത്തിലേക്ക് നമ്മൾ പതിനൊന്നിന്റെ പ്രാഥമിക പാഠങ്ങളുള്ളത് തന്നെയാണ്. എല്ലാ വാക്കുകൾക്കിന്റെ എല്ലാം അർത്ഥങ്ങളുടെ പുറകെ നമ്മൾ സഞ്ചരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ജിത്ത് എന്ന വാക്ക് ഏതെങ്കിലും വാക്കിന്റെ ഒടുവിൽ കണ്ടാൽ കീഴടക്കിയവൻ അല്ലെങ്കിൽ ജയിച്ചവൻ എന്നാണ്. പിന്നെ അതോടൊപ്പം തന്നെ സു എന്ന അക്ഷരം മിക്കവാറും വാക്കുകളുടെ മുന്നിൽ ഉപയോഗിക്കുമ്പോൾ നല്ലത് എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ ഈ പറയുന്ന തനയൻ, ആത്മജൻ, തനയൻ, തനയ, ആത്മജൻ, ആത്മജ, നന്ദനൻ, നന്ദിനി എന്നൊക്കെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുത്രൻ, പുത്രി എന്നുള്ള അർത്ഥത്തിലാണ്. പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്നുള്ള അർത്ഥത്തിലാണ്. ഇതുപോലെ നമ്മുടെ ചില വാക്കുകൾ, ഇതുപോലെ പല വാക്കുകൾ നമുക്കിത് ഒരു ആദ്യത്തെ ക്ലാസ് എന്ന നിലയിലാണ് ഇങ്ങനെ ഇത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയത്. അപ്പൊ ഇവിടെ നമ്മള് ഇദ്ദേഹത്തെ കുറിച്ചാണ്, ശ്രീരാമനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോയത്. കൗസല്യയുടെ ആത്മജനായത് കൊണ്ടാണ് അദ്ദേഹത്തെ കൗസല്യാത്മജൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സുമിത്രയുടെ പുത്രൻ എന്നുള്ള അർത്ഥത്തില് വരുന്ന ഒറ്റപ്പദം എന്താണ്? സുമിത്രയുടെ പുത്രൻ ആര്? എന്നാണ്. സൗമിത്രി എന്നാണ്, സൗമിത്രൻ എന്നല്ല. കാരണം രാമായണം ഒരുപാട് രാമായണങ്ങളുണ്ട്. അതിൽ ഏറ്റവും നമ്മുടെ മലയാളത്തിലെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ഏറ്റവും മികച്ച ഭാഗം, ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റില്ല, എന്നോട് പറയണം കേട്ടോ. ഏറ്റവും മികച്ച ഭാഗം ലക്ഷ്മണോപദേശമാണ്. ഈ ലക്ഷ്മണോപദേശത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: വത്സ സൗമിത്രയെ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. എനിക്ക് വാത്സല്യമുള്ള സുമിത്രയുടെ പുത്രനായ സൗമിത്രി എന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ സുമിത്രയുടെ പുത്രൻ സൗമിത്രിയാണ്, സൗമിത്രൻ അല്ല, സൗമിത്രി. ഇതുപോലെ ഈ ദശരഥന് ആ പേര് വരാൻ കാരണം എന്താണ്? 10 തലയുള്ളത് കൊണ്ടാണ് സാറേ. അത് ദശാനനൻ, 10 രഥമുള്ളവനെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? ദശ 10. അതെ, 10 വീട്ടിൽ 10 രഥമുള്ളവനാണോ ദശരഥൻ? അതുകൊണ്ടാണോ? അതുകൊണ്ടല്ല. ഈ ദേവാസുര യുദ്ധം നടക്കും, ദേവന്മാരും അസുരന്മാരും തമ്മിൽ. അപ്പോൾ നമ്മുടെ ദശരഥന്റെ വാട്സപ്പിലേക്ക് ദേവേന്ദ്രൻ സന്ദേശം അയക്കും: അയ്യാ, എന്നെ കാപ്പാത്തുക്കോ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ചുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. കാരണം ഈ ദശരഥന്റെ ഒരു കഴിവുണ്ട്. എന്താണെന്നറിയാമോ? ഒരേ സമയത്ത് 10 ദിക്കിലേക്കും അദ്ദേഹത്തിന് രഥം ഓടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദശരഥൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ വീട്ടില് 10 രഥം ഉള്ളത് കൊണ്ടല്ല അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. എന്തായാലും നമ്മുടെ ഒരു ആദ്യത്തെ ഒരു ക്ലാസ് എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ
അഭിപ്രായങ്ങൾ പറയുന്നവരാണ്. ഇനിയുള്ള അതൊരു നല്ല കാര്യമാണ്. കാരണം പൊതുവെ ക്ലാസിന്റെ തുടക്കം മുതൽ ഇതില് കൂടെ ഉണ്ടാവുന്നെന്ന് മാത്രമല്ല, തെറ്റാണെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു. നിങ്ങൾ എപ്പോഴും ക്ലാസ്സുകൾ മുടങ്ങാതിരിക്കുക എന്നുള്ളത് ഒന്ന് പ്രധാനമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ സിലബസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള പ്രധാനമാണ്. പിന്നെ സമയം ഉണ്ട് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണെങ്കിലും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് LD ഉൾപ്പെടെയുള്ള എക്സാം വരുന്നത്. എന്തായാലും ഈ വർഷം ഒടുവിൽ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, പോലീസ് കോൺസ്റ്റബിളിന്റെ ഉൾപ്പെടെ LP UP അസിസ്റ്റന്റ്, ഈ LDC ഉൾപ്പെടെ. പക്ഷെ ഇപ്പോഴും ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത LD വിളിക്കാൻ 2025 റാങ്ക് ലിസ്റ്റ് വരും. 2028 വരെ LDയുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അടുത്ത് ഇതുപോലെ ഒരു 2000-3000 വേക്കൻസി വരുന്ന LDയുടെ അപേക്ഷ ക്ഷണിക്കുന്നത് 2030 മാത്രമായിരിക്കും. അതായത് 6-7 വർഷത്തിന് ശേഷം മാത്രമാണ് ഇതുപോലൊരു അവസരം ഇനി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അവസരം നിങ്ങൾക്ക് അടുത്ത കാലത്ത് 6-7 വർഷത്തേക്ക് ഇത്രയും കൂട്ടത്തോടു കൂടിയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല, ലാസ്റ്റ് ഗ്രേഡ് ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ അവസരം നിങ്ങൾ ഗൗരവത്തോടെ തന്നെ കാണണം. ഈ നമുക്കൊരു സ്വഭാവമുണ്ട്, ഈ നാം നിനയിത്താൽ എന്താ പുലിയെ പിടിപ്പേൻ, പക്ഷെ ഉസൂർ പോന്നാലും നാം നിനയ്ക്കാൻ മാട്ടെ. ഇതാണ് നമ്മുടെ ഒരു കുഴപ്പം. ഞാൻ വിചാരിച്ച എന്താ പുലിയെ പിടിക്കും, പക്ഷെ ജീവൻ പോയാലും നമ്മൾ വിചാരിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ശൈലി. അത് മാറ്റിവെച്ച് ഒരു 5 മണിക്കൂർ വെച്ചെങ്കിലും നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പിന്നെ ഇതുപോലെ ഓൺലൈൻ ക്ലാസ് ആവട്ടെ ഓഫ്ലൈൻ ക്ലാസ് ആവട്ടെ സംശയങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇന്ന് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ അതിനുള്ളൊരു ഇതുവരെ പഠിപ്പിച്ച കാര്യം വെച്ച് ഞാൻ ഒന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എനിക്ക് കേൾക്കണം, സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കണം. പിന്നെ ഈ ഗുരുവിന്റെ ഭാവം ഗൗരവമെന്നാണ്. ഗുരുവിന്റെ ഭാവം എന്താണ് വാക്കിന്റെ അർത്ഥം? ഗുരുവിന്റെ ഭാവം അപ്പോഴേ ഈ പഠിപ്പിക്കുന്ന ഒരു രീതി എപ്പോഴും അങ്ങനത്തെ ഗൗരവത്തിന്റെ ഒന്നും കാര്യമില്ല. അധ്യാപകരും കുട്ടികളും എപ്പോഴും നല്ല സുഹൃത്തുക്കളായിരിക്കണമെന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ശൈലിയാണ് സ്വീകരിക്കുന്നത്. ഈ ശൈലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ? അപ്പോഴെന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പറയാം. ഈ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് പറയുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നാണ്, ശക്തിയുടെ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ നമ്മളെ പൂതപ്പാട്ടില്ലേ ആദർശ, പൂതപ്പാട്ട് അദ്ദേഹത്തിന്റെ ഈ വൈലോപ്പിള്ളിയുടെ മാമ്പഴം പോലെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാവ്യമാണ് പൂതപ്പാട്ട്. പിന്നെ അദ്ദേഹം വളരെ ഈ റിയലിസ്റ്റിക് ആയ കവിയാണ്. ചങ്ങമ്പുഴയൊക്കെ റൊമാൻറ്റിക് പോയിട്ടാണ്, കാൽപ്പനിക കവിയാണ്. പക്ഷെ ഇദ്ദേഹം റിയലിസത്തിന്റെ ഭാഗം നിന്നയാളാണ്. വൈലോപ്പിള്ളി രണ്ടിനും മധ്യം ഉണ്ടായിരുന്നു. വൈലോപ്പിള്ളിയുടെ കവിതയില് ഇത് റിയലിസവും ഉണ്ട് റൊമാൻറ്റിസിസവും ഉണ്ട്. ഇത് വൈലോപ്പിള്ളി നമ്മൾ പള്ളിയല്ല, വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വാഴക്കുല അദ്ദേഹത്തിന്റെ കൃതി അല്ല. വാഴക്കുല ചങ്ങമ്പുഴയുടെയാണ്. അത് കാലികമായ ഒരു വാർത്തയായിട്ട് കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നതാണ്. വാഴക്കുല എഴുതുന്നത് ചങ്ങമ്പുഴയാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ നമ്മുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഈ ഇടത്തട്ടുകാരന്റെ ജീവിത അവസ്ഥകളെ കുറിച്ച് കുടിയൊഴിക്കൽ എഴുതിയ ആളാണ്. കുടിയൊഴിക്കൽ മുതൽ അദ്ദേഹത്തിന്റെ കയ്പവല്ലരി, കുടിയൊഴിക്കല്, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, അങ്ങനെ ധാരാളം കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ്. നല്ലൊരു കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. സാർ, വൈലോപ്പിള്ളി ശ്രീധരമേനോനില്ലേ, ആളുടെ വൈഫ് ഹൗസ് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ ഭാഗത്താണ്. ഞങ്ങളുടെ അവിടെ തന്നെ വൈലോപ്പിള്ളി നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇതിവിടെ ഇടപ്പള്ളിയിലാണോ അതോ എവിടെയാണ് വരുന്നത്? തൃശ്ശൂര് നെല്ലങ്കര പറയും. അവിടെ നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള സ്ട്രീറ്റിലാണ് ആളുടെ വൈഫ് ഹൗസ്. ഞങ്ങളുടെ അവിടെ ഉണ്ട് വൈലോപ്പിള്ളി നഗർ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ്. അല്ലല്ല, വൈലോപ്പിള്ളി പണ്ട് അവിടെ ആയിരുന്നു. ഉള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയും നമ്മുടെ ജി ശങ്കരക്കുറുപ്പില്ലേ, ആദ്യത്തെ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്ന ജി ശങ്കരക്കുറുപ്പ്, ഇവർ ഒരേ അധ്യാപകരെന്നാണ് പറയുന്നത്. ഈ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഭാര്യയും ജി ശങ്കരക്കുറുപ്പും. പക്ഷെ അവരുടെ ജീവിതത്തില് ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ഏറെ താമസിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞ് പിന്നെ ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു. പിന്നെയുള്ള ജീവിതകാലം മരിക്കുന്നവരെയും അദ്ദേഹം അവരോട്
അവർ സംസാരിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അവരോട് യാതൊരു സംസാരമോ യാതൊരു തരത്തിലുള്ള അടുപ്പമോ കാണിച്ചിട്ടില്ല. എന്താണെന്ന് അദ്ദേഹം ആരോടും പറഞ്ഞിട്ടുമില്ല. പിന്നെ അദ്ദേഹം ഒറ്റയ്ക്കാണ് തൃശ്ശൂർ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഉള്ള ഒരു ലോഡ്ജിലായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല ഇത്ര അറിയപ്പെടുന്ന ഒരാളാണ് മരിച്ചതെന്ന്. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റെയിൽവേ തൊഴിൽ പോർട്ടർമാരാരോ കണ്ടാണ് ഇത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് മരിച്ചതെന്ന്. ഈ കുടുംബജീവിതത്തിൽ നിന്ന് അതിന്റെ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുമ്പോഴും അദ്ദേഹം എഴുതിയതൊക്കെ കുടുംബജീവിതത്തെ കുറിച്ചുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളൊക്കെ ആയിരിക്കാം. വൈലോപ്പിള്ളി ശ്രീധരൻ നല്ല കവിയാണ്. മലയാളത്തിൽ കഴിഞ്ഞ ഒരു 50 വർഷത്തിനിടയിൽ ഏറ്റവും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആശാനും ചങ്ങമ്പുഴയ്ക്കും ശേഷം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, മറ്റൊന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഈ 4 പേരാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കവികളെന്ന് പറയാൻ പറ്റുന്നത്. ആശാനും ചങ്ങമ്പുഴയും പിന്നെ വൈലോപ്പിള്ളി ശ്രീധരമേനോനും ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഇവരുടെ കവിതകളാണ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടത്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം തീർച്ചയായും. ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ നോവൽ ഏതാ? നോവലല്ല, അദ്ദേഹം കവിയാണ്. കവിതകള് ഗസൽ അദ്ദേഹത്തിന്റെ കളക്ഷനാണ്. അമാവാസി അദ്ദേഹത്തിന്റെ ചിദംബര സ്മരണ അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ചിദംബര സ്മരണ വായിക്കേണ്ട ഒരു സന്ദർശനം മലയാളത്തിലെ ഏറ്റവും നല്ല പ്രണയ കവിത. മലയാളത്തിലെ ഏറ്റവും മികച്ച 2 പ്രണയ കവിതകളിൽ ഒന്ന് സന്ദർശനവും മറ്റൊന്ന് ആനന്ദധാരയും. രണ്ടും എഴുതിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അധിക നേരമായി സന്ദർശകർക്കുള്ള എന്ന് പറഞ്ഞത് ചുള്ളിക്കാടിന്റെയാണ്. സന്ദർശനം നല്ല കവിതയാണ്. ആനന്ദധാരയും അത്രത്തോളം വരില്ലെങ്കിലും മികച്ച കവിതയാണ്. അമാവാസി 18 കവിതകള്, ഗസൽ, ഡ്രാക്കുള, ചിദംബര സ്മരണ 18 കവിതകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന പുസ്തകങ്ങൾ. ഏറ്റവും ഒടുവിൽ വന്നൊരു പുസ്തകമുണ്ട്, പെട്ടെന്ന് അതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. ഡ്രാക്കുളയ്ക്ക് ശേഷം അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ചിദംബര സ്മരണ. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം തീർച്ചയായും. ഈജിപ്ത് എന്ന പേര് വരുമ്പോ വിജയിച്ചവൻ എന്നല്ലേ അർത്ഥം വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ അജിത്ത്, സുജിത്ത് അങ്ങനെയുള്ള പേരിനൊക്കെ അർത്ഥമുണ്ടോ? പറയുന്നത് നല്ലതെന്നാണ്, നന്നായി ജയിച്ചവൻ. അജിത്ത് എന്ന് പറഞ്ഞാൽ എന്ന് ജയിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിനാണ്. അല്ലെങ്കിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ആർക്കും പരാജയപ്പെടുത്താത്തവൻ അജിത്ത്. സുജിത്ത് സുചരിത അല്ലെങ്കിൽ സുജാത, നന്നായി ജനിച്ചവൾ സുജാത. അവിടെ സുജിത്ത് എന്ന് പറയുമ്പം നന്നായി ജയിക്കുന്നവൻ, നല്ല രീതിയിൽ ജയിക്കുന്നവൻ എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അങ്ങനെയാണ് നമുക്ക് അതിനെ അർത്ഥം കൊടുക്കാൻ പറ്റും. കാരണം ജിത്ത് എന്ന് പറയാൻ ജയിച്ചവൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പരാജയപ്പെടുത്തിയവൻ. ആരെങ്കിലും പരാജയപ്പെടുത്തിയവനാണല്ലോ, അവനാണല്ലോ ജയിക്കുന്നത്. അങ്ങനെ 2 തരത്തിലും അതിനെ വായിക്കാം. ഇപ്പം കൃഷ്ണനെ പരാജയപ്പെടുത്തിയവനെന്നും പറയാം, കൃഷ്ണന് ജയിച്ചവനെന്നും പറയാം. കൃഷ്ണജിത്ത് എന്ന് പറയുമ്പോൾ പിന്നെ എന്തായാലും കൊള്ളാം. നിങ്ങളെ സംശയങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് നല്ലതാണ്. അത് പരമാവധി ക്ലാസ്സുകൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന് സംശയങ്ങൾ കൂടി അങ്ങ് തീർത്തു പോവുക എന്നുള്ളതാണ്. അക്കാര്യത്തിലൊന്നും വിട്ടുവീഴ്ച കാണിക്കരുത്. എന്തായാലും നല്ല താല്പര്യമുള്ള കുറെ പേര് ഈ ക്ലാസ്സിലുണ്ടായിരുന്നു, അതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ക്ലാസ് വിജയിക്കുന്നു പരാജയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ പരീക്ഷയെ നേരിടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശൈലി മാറ്റം വരുത്തണം. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആസ്വദിച്ച് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴാവട്ടെ, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോഴാവട്ടെ, ഇപ്പൊ നിങ്ങൾ സിനിമ ആസ്വദിച്ച് കാണുന്നു, അല്ലെങ്കിൽ സീരിയൽ ആസ്വദിച്ച് കാണുന്നു, ചില പുസ്തകങ്ങൾ ആസ്വദിച്ച് വായിക്കുന്നു. ഇവിടെ മാത്രമല്ല, നമ്മൾ കറി കരിയുന്നത് പോലും ആസ്വദിച്ചാവണം. നല്ല മീൻ കറി വയ്ക്കുമ്പോൾ അത് ആസ്വദിക്കണം. IPL ക്രിക്കറ്റോ ISL ഫുട്ബോളോ കാണുമ്പോൾ അത് ആസ്വദിച്ച് കാണണം. അതിൽ പഠിക്കുമ്പോഴും നമ്മൾ ആസ്വദിച്ച് പഠിക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നമ്മളത് ആസ്വദിക്കണം. വലിയ നമുക്ക് മടുപ്പാവും. നമുക്ക് എപ്പോഴും മടുപ്പ് വന്നാൽ എപ്പോഴും സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയണം. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടെ ഒന്ന് നടപ്പിലാക്കുക. ഒരു പരീക്ഷയൊക്കെ നേരിടുമ്പോൾ അത് ഗുണം ചെയ്യും. നിങ്ങൾ പഠിക്കുമ്പോൾ ആസ്വദിച്ച് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. അവിടെ എന്തായാലും നമ്മുടെ ക്ലാസ് സാറ് ടീച്ചിങ് സ്റ്റൈല് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കാരണം നമ്മൾ മലയാളം പഠിക്കുമ്പം ഞങ്ങളിങ്ങനെ ഒരു റാങ്ക് ഫയലിന്റെ പേജ് എടുത്ത് വെക്കും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പഠിക്കും കഥാപാത്രങ്ങളും. നമ്മള് കണക്ട് ചെയ്യുന്നില്ലല്ലോ, കാരണം നമുക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല.
പിന്നെ അത് വായിച്ച് പണ്ടൊക്കെ വായിച്ചു പറ്റും. സാറ് പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളത് മലയാളം വായിച്ചിട്ടില്ല. ഒരു ബന്ധവുമില്ല. അപ്പൊ ഇപ്പൊ ഇത് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് 7ാം ക്ലാസ്സിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നേ. ടീച്ചർ മലയാളം പഠിപ്പിക്കാൻ വരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനെ കഥകൾ പറഞ്ഞ് കണക്ട് ചെയ്ത് തരും. അപ്പൊ നമുക്ക് ബോറടിക്കത്തില്ല, നമ്മുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. അപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. ഒത്തിരി സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ കൂട്ടുകാരോട് കൂടി പറയണം. ഞാനിപ്പോ ആദ്യമായിട്ടാണ് മാഷിന്റെ ഈ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കുന്നത്. നിങ്ങളെ കൂട്ടുകാരോട് കൂടി പറയണം, കൂടുതൽ കുട്ടികൾ വരണം. അങ്ങനെ ഒരു സഹകരണം കൂടെ നിങ്ങളെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടാവണം. കാരണം മാഷിന്റെ ഈ സ്ഥാപനത്തിലെ കൂടുതൽ കുട്ടികൾ വരണം. എന്നാൽ മാത്രമല്ല കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണ്ടേ. എന്തായാലും നിങ്ങൾ 10ാം ക്ലാസ് വരെ അറബിക്കായിരുന്നു. അപ്പൊ എനിക്ക് മലയാളം അധികം അറിയില്ല. അപ്പൊ സാറിന്റെ ക്ലാസ് ഞാൻ ഓർത്തു മലയാളം ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഓർത്തുണ്ടായിരുന്നു. ഈ രീതിയിലാവുമ്പോ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. മലയാളം ബുദ്ധിമുട്ട് തന്നെ, പക്ഷെ നമുക്ക് അങ്ങനെ എനിക്ക് അധികം അർത്ഥവും വ്യാകരണം അങ്ങനത്തെ ഒന്നും അറിയില്ല. കാരണം ഞാൻ അറബിക്കായിരുന്നു. അത് നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന രീതികളൊന്ന് മാറ്റിയതുപോലെ കുറച്ച് രസകരമായി നമ്മൾ കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ട്രിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, ചില വാക്കുകൾ ഒടുവിലൊക്കെ വരുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഇതൊന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് എല്ലാം പഠിപ്പിക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റൂല, ഇത്രയും വിപുലമായ ഒരു മേഖലയാണ്. പക്ഷെ ഏത് വന്നാലും നിങ്ങൾക്ക് 8 മാർക്കിൽ കുറയാതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കാം. അതെനിക്ക് വിശ്വാസമുണ്ട്. നമുക്കും 10,000 ഒറ്റപ്പദം ഒന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ അകത്ത് നിന്ന് ഏത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തായാലും വലിയ സന്തോഷമാണ്. നമുക്കപ്പോൾ വീണ്ടും കാണാം. ശരി. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ.